ഓനവിടെ ഓനവിടെ ഉണ്ട്. ഇന്ന് പ്രോഗ്രസ് കാർഡ് കിട്ടി. കണക്കിന് മാർക്ക് കുറവാണ്. ഞാൻ കൊടുത്തു നല്ലത്. എന്ത് പണി നീ കാണിച്ച? എന്തിനാ? ഓനൊന്നും പഠിക്കണില്ലാന്ന്. ഓന്റെ കൂടെ ഇരിക്കാനേ എനിക്ക് സമയമുള്ളൂ. എന്നിട്ട് ഓൻ പഠിക്കണില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? എന്തപ്പോ SSLC ഒന്നല്ലോ, കാര്യമില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ? റെഡിയായി പറ്റാപ്പുറത്തൊക്കെ റെഡിയാവുമ്പോ റെഡിയാവും. നല്ലോണം തല്ലോ? തല്ലിയൊന്നുമില്ല, ഓനൊന്ന് പേടിപ്പിച്ച് അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവനെ ഡോക്ടറും എഞ്ചിനീയറൊക്കെ ആക്കാനുള്ള പരിപാടിയാ. പഠിച്ചു വരട്ടേന്നേ. അങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടികള്. നാമത്തെ ഇങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഈ മക്കളെ നാശാക്കണത്. പിന്നെ നീ വിളിച്ചവനെ ഒന്ന് സംസാരിക്കട്ടെ. അവൻ കിടന്ന്. ഓന് വന്നപ്പോ ഒരു തുമ്മൽ ചീറ്റലൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ കുറച്ച് കഞ്ഞവെള്ളവും കൊടുത്ത് കിടത്തി ഉറക്കി. അപ്പോഴേക്കും ഓന് നൂഡിൽസ് വേണം. ഒരു പിച്ച് കൊടുത്തപ്പോ തന്നെ ഉറക്കി. ഈ ഇങ്ങനെ ഓരോ ചെയ്തിട്ട് അതിന് പനി വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ചെയ്തിട്ടൊന്നുമല്ല പനി വന്നത്. കുട്ടികൾക്കൊക്കെ ഇപ്പൊ പനിയൊക്കെ വന്നിട്ട്. അച്ഛന് പനിയാണ്. മല്ലിക പറയണ കേട്ടോ നല്ല പനി ഉണ്ടോന്ന്. ഞാൻ ചോദിച്ചു എന്നാ പിന്നെ ആശുപത്രിയിൽ എങ്ങനെ കൊണ്ടുപോയി കൂടെയെന്ന്. അവരുടെ കാര്യം കേൾക്കണ. അവര് എപ്പോൾ എന്ത് പനി വന്നാലും എന്ത് അസുഖം വന്നാലും ആ കടയിൽ പോയിട്ട് ഒരു പാരസ്റ്റമോൾ കഴിക്ക്, ഒരു ഇത് മേടിക്കുക, ഒരു അത് മേടിക്കുക എന്ന് പറഞ്ഞിട്ട് മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. ഞാൻ പല തവണ പറഞ്ഞു വാസിട്ട് പണി കാണിക്കരുതിട്ടോ, വലിയ ഇടങ്ങളുണ്ടാക്കും. ആശുപത്രി കൊണ്ടുപോകേണ്ട മടിക്കേ. ഞാൻ ടോളോട് പറഞ്ഞു ഒരു ചുക്കാപ്പി എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ. ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോട്ടെ, വല്ല ഇടങ്ങളുണ്ട് വെച്ചിങ്ങി. ഇപ്പോഴത്തെ പനിയൊന്നും പറയാൻ പറ്റൂല, ആ ജാതിയാണ്. ഓന് കുഴപ്പമൊന്നുമില്ലാന്ന്. ഇനിയിപ്പൊ നാളെ സ്കൂളിൽ പോവില്ല ഇതിന്റെ പേരില്, അതൊക്കെ ഉറപ്പാണ്. ഈ നല്ലോണം തല്ലോ അതിനെ? ഞാൻ തല്ലിയിട്ടില്ലാന്ന്. ഇതാ ഒരു നുള്ളു ഇങ്ങനെ അത്രേ ഉള്ളു. ഓനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ട്. എന്റെ നുള്ളൊക്കെ അറിയാം, തോല് പോവും. നിങ്ങളെ ഞാൻ അതൊക്കെ അറിയാലോ എന്റെ പിടുത്തം എങ്ങനെയാന്ന്. നഖം കൂടിയില്ല പിന്നെ എന്തിനും നഖം? ഒരു പ്രാവശ്യം അതിന്റെ ഇവിടെ അങ്ങനെ കൊണ്ട് ഒരു പിടുത്തം പിടിച്ചിട്ട് ആ ചോരച്ച കാണിച്ചാ നിനക്ക് ഇത് നോക്കുന്ന പറഞ്ഞിട്ട് കാണിച്ചാ കണ്ടായേ. അപ്പൊ നിങ്ങള് രണ്ടാളും സെറ്റ്? ഞങ്ങള് തെറ്റൊന്നല്ല, ഈ അവൻ തന്നെയാണ് സെറ്റ്. ഞാൻ തെറ്റൊന്നുമില്ല. ഓൻ പഠിച്ചില്ലെങ്കിൽ ഇനിയും കൊടുക്കുന്നു. നിങ്ങളെ പോലെ ട്രൗസർ അടിച്ച് നടന്നാൻ പോരല്ലോ. ഇനിയിപ്പോ എന്താണ് കുഴപ്പമുണ്ടായി? ഞാൻ ട്രൗസർ അടിച്ച് നടന്നിട്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ വാപ്പന്റെ മുതലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓ എന്റെ വാപ്പാന്റെ മുതലുകൊണ്ട് അപ്പൊ ഞാൻ ഇവിടെ കഴിയണത്. നടന്ന് പോയിക്കോട്. നീ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ തേരാപാര നടക്കുക. ഞാൻ കൈത്തൊഴിൽ പഠിച്ച കാരണം കഞ്ഞി പിടിച്ച് പോകുന്നുണ്ട്, അത് മനസ്സിലാക്കിക്കോ. അതുപോലെ ഇന്റെ മോന് പറ്റൂല. ഓ നല്ല നിലയിലെത്തണം. നിലയിലൊക്കെ എത്തിക്കോട്ടെ. അതിനും നല്ല മനുഷ്യനാവാൻ പഠിക്കണം. അല്ലാണ്ട് ഡോക്ടർ എഞ്ചിനീയറായിട്ട് സകല ആൾക്കാരെ പറ്റിച്ച് നടക്കുന്ന ഒരാളാച്ച കാര്യമൊന്നുമില്ല. അതിൽ നല്ല മനുഷ്യന്മാരായിട്ട് ആൾക്കാരായിട്ട് ഇടപഴകി നടക്കാനാണ് ജീവിക്കുന്നത്. അതിനാ പഠിക്കേണ്ടത്. അല്ലാണ്ട് വിദ്യാഭ്യാസം കൊണ്ടൊന്നും വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇക്കാര്യമൊന്നും ഓന്റെ മുന്നിൽ പറയരുത്. അല്ലെങ്കിൽ തന്നെ ഓൻ പഠിക്കാതിരിക്കാൻ ഓരോ കാരണം അന്വേഷിച്ച് കിടക്കുക. ഇനി പിന്നെ വാപ്പ പറഞ്ഞു ജീവിതമാണ് വലുത്, പഠിപ്പല്ല എന്ന് പറഞ്ഞ ഇവിടെ തുള്ളിയാണ്. പഠിപ്പ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ വേണമെന്നേ. അറിവും പഠിപ്പൊക്കെ വേണം. അതിന് 2 മാർക്ക് അങ്ങോട്ട് കുറയുമ്പോഴത്തേക്കും എൻ്റെ മോൻ ആകെ അങ്ങോട്ട് നശിച്ച് എന്ന് പറഞ്ഞ രീതി ഉണ്ടല്ലോ, അത് ശരിയല്ല. പഠിപ്പൊക്കെ വേണം. കുറയുന്നില്ലല്ലോ. അച്ചു അച്ചു വാസുട്ടാ 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 ഒന്നും കൊണ്ട് വന്നേ. നോക്ക് വാസുട്ട്, ഇവന് പനി ഒരു കുറവുമില്ല. ചൂട് കൂടി വരെ. ഞാൻ തുണിയൊക്കെ നനച്ചിട്ട് വിളിച്ചിട്ട് അറിയുന്നില്ല. ഇനി വിളിക്കാൻ നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഹോസ്പിറ്റലിൽ ഇപ്പൊ എങ്ങനെ കൊണ്ടുപോകണത്? ആ സേവിയർ ഡോക്ടർ ഉണ്ടാവും, അവരെങ്കിലും ഒന്ന് കാണിക്കാൻ. നല്ല ചൂടുണ്ട്. ഇപ്പോഴത്തെ പനിയൊന്നും ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലോ വാസുട്ടാ. സമയം 11 മണി 11:30 ആയല്ലോ. ഇത് വൈകുന്നേരം എങ്ങാനും തുടങ്ങിയതല്ലേ? വൈകുന്നേരം എങ്ങാനും തുടങ്ങിയതാ. ഞാൻ എത്ര നേരം അറിയോ ഉറങ്ങാണ്ട് തുണി നനച്ചിട്ടിരിക്കും. ഏത് ആശുപത്രി കൊണ്ടുപോകും? ഞാൻ പറഞ്ഞില്ലേ സേവിയർ ഡോക്ടറെ വിളിച്ച അയാൾ എണീക്കുവോ? എനിക്കറിയാൻ വയ്യ. ഒന്ന് വിളിക്ക് വാസുട്ടാ. അച്ചു ഒന്നും കഴിച്ചിട്ടില്ല. അച്ചുട്ടാ മോനെ. അച്ചോ, ഞാനൊരു കാര്യം ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരാം. പോകുന്ന പോക്കിൽ നമുക്ക് ഏതെങ്കിലും ഓട്ടോയിൽ കയറി പോവാ. അത് വേണ്ട, താഴെ ഇറങ്ങിയാൽ കിട്ടും. അപ്പൊ അമ്മനെ കൂടെ എടുത്തോ.
അതാ നല്ല കേട്ടാ. വണ്ടി വിളിച്ചു വരാം. അങ്ങനെ വാങ്ങടേ. ഒരു വഴിക്ക് ഇറങ്ങാൻ പറഞ്ഞ പിന്നെ കടന്ന് കെട്ടി തിരിയുള്ളൂ. ഇതെന്താ സഞ്ചിയില്? ഇത് ഉച്ചക്കത്തേക്കുള്ളത്. ഭക്ഷണം എടുത്തിണ്ട? ആ ഒരു കൊടുക്കാലോ. അപ്പൊ അവരോട് പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. നമ്മള് അങ്ങോട്ട് പോവാ. പറയണ്ട, അവര് മേടിച്ചാലോ. അത് എന്തൊക്കെ സാധനം അത്? അതില് കുറച്ച് കഞ്ഞിയുണ്ട്, പിന്നെ ചോറുണ്ട്, കറിയുണ്ട്, 2 പ്ലേറ്റ് കൊടുത്ത്. ആ വാസുട്ടേ, ആ എടാ ചങ്ങായി, ഇച്ചിപ്പെടുന്ന് രാത്രി അന്തിപ്പാതിര നേരത്തെ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ ഒന്ന് ഞങ്ങളോട് പറയണ്ടേ? ഞങ്ങൾ ഇവിടെ അല്ലേ കിടക്കണേ? അല്ല അല്ല, വയ്യാണ്ടാവുമ്പോഴല്ലേ ഇത് പറയണ്ടേ? ആ എന്നിട്ട് എന്താണ് ഇപ്പൊ അവിടുത്തെ സ്ഥിതി? ഐസിയൂല പടച്ചറബ്, അതിന് മാത്രമൊക്കെ ഉണ്ടോ? ഇജ്ജ് പേടിക്കൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇജ്ജ് പേടിക്കണ്ട. നമുക്ക് അത് ശരിയാ. അത് ഈ ആശുപത്രിക്കാരങ്ങനെയാണ്. അത് അങ്ങനെ ചെന്ന് അങ്ങോട്ട് കിട്ടിയാൽ മതി, പിന്നെ അവര് ഉള്ളതൊക്കെ ഉപയോഗിപ്പിക്കും. അതെ. കുഴപ്പമില്ല. അതെ, ഞാൻ വിളിച്ചെന്താ അറിയോ? ഇന്ന് ഉച്ചഭക്ഷണം മേടിക്കണ്ട കേട്ടോ. അത് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുണ്ട്. ആയിക്കോട്ടെ, ക്യാൻറ്റീനിൽ ഇപ്പൊ നല്ല ഭക്ഷണമൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഇപ്പൊ വീട്ടിൽ നിന്ന് വരികയല്ലേ, അപ്പൊ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ ഞങ്ങളിപ്പോ അവിടെ എത്താം. ശരി ശരി. ഇന്ന് നല്ല സന്തോഷത്തിലാണ്. എന്താണ് എന്താ സന്തോഷം? എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നിയ ദിവസം. എന്താണ്? നമ്മളെ ബാലമാഷ് ഷർട്ട് അടിച്ച 300 റുപ്യ തരാനില്ലേ? 4 മാസായില്ലേ? ഇത് കയ്യോടെ ഞാൻ മേടിച്ചു. കിട്ടൂല വിചാരിച്ചായിരുന്നു. അതിന് ഞാൻ 150 റുപ്യക്ക് ചിക്കൻ ബിരിയാണി വെച്ചിന്. ചോറ് വേണ്ട ഉച്ചക്ക്. 300 റുപ്യ 150 റുപ്യക്ക് ചിക്കൻ ബിരിയാണി വെച്ചോ? ഈ എന്താ ഈ ജാതിയാണ്? അതിന് ബാക്കിയില്ല 150 റുപ്യക്ക് 149 ഞാൻ റീചാർജ് ചെയ്തു. പിന്നെ 1 റുപ്യ ബാക്കി ഉണ്ടാശാനെ. പിന്നെ അതിന് മുട്ടായി മേടിച്ചു തന്നു. അത് കഴിഞ്ഞില്ലേ ഇപ്പൊ? ഇല്ലേ? അല്ല, അത് കിട്ടിയത് അപ്പൊ തന്നെ തീർക്കാന്നുള്ളതാണ് എന്റെ നിലപാട്. ഇപ്പൊ ചെല്ലി മറ്റേ ഞാൻ ഒന്നിപ്പോ അതെ, ഇന്ന് പീടിയെന്ന് ഒരു വഴിക്ക് ഇറങ്ങരുത്. അത് അടച്ചുപൂട്ടി ആ കാര്യം ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങരുത്. ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞപ്പോ ആശുപത്രിയിലേക്കാ പോണേ. റസിയാക്കൊന്നുമില്ല. റസിയാടെ പറ്റാണ്. ഓൾക്കൊന്നുമില്ല. അതിപ്പോ വാസുട്ടിയുടെ മോനെ ആശുപത്രിയിൽ എടുത്തേക്കാ. ഐസിയൂലെന്നൊക്കെ പറഞ്ഞു. പനി ഉണ്ടാകുമ്പോ ഐസ് കൊടുക്കാൻ പാടില്ല. ഐസല്ല, നമുക്ക് ഐസിയൂല് കിടത്തേക്കാണ് നോനെ. അപ്പൊ ഞങ്ങൾ ആശുപത്രിയിൽ പോയാൽ കുറച്ചു നേരമൊക്കെ അവിടെ നിൽക്കേണ്ട വരും. അപ്പൊ ഒത്തിരി വൈകും ഞാൻ വരാന്. അപ്പൊ പീടിയെന്ന് എങ്ങോട്ടും പോവരുത്, അവിടെ ഇരിക്കണം. അത് ഇച്ച് പറഞ്ഞപ്പോ എടാ പീടിയയിലെ ആളില്ല അവിടെ ചെല്ലാൻ പറഞ്ഞാല് നമുക്ക് കടയിലിരിക്കാന്ന് പറഞ്ഞ അലർജിയാണ് അതൊക്കെ. എങ്ങനെ ഈ സാധനത്തിനെ കൊണ്ട് ഞാൻ നടക്കണമെന്ന് ആലോചിക്കണേ. ഞാൻ ചെല്ലാകണേ. 300 തീർത്ത് ഒന്ന് ആലോചിച്ചോക്ക. പിന്നെ എങ്ങനെ പിന്നെ ശമ്പളം കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവുക? പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ അങ്ങനെയാണ്. ഒരു സാധനം പിന്നെ ഇതിനെ പോലെ ഒരെണ്ണത്തിനെ കിട്ടണെങ്കിലും പാടാണേ. എല്ലാം അടങ്ങറ്. ജോസൂട്ടിയെ, ജോസൂട്ടി, ജോസൂട്ടി. പറഞ്ഞു വാസുട്ടിയാ ഇരിക്ക്. ഒന്നും പറയണ്ട. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്തപ്പോ ഇന്നലെ കൊണ്ടുപോയ ഉടനെ തന്നെ അവനെ നേരെ ഐസിയൂലേക്ക് മാറ്റി. അപ്പൊ രാവിലെ മുതലേ അവന് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ എത്രമാത്രം കൂടുന്നു വിചാരിച്ചില്ല. രാത്രി കഴിയുമ്പോഴേക്കും വല്ലാണ്ടങ്ങ് കൂടിപ്പോയി. അപ്പൊ പിന്നെ ഇനി രാവിലേക്ക് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി ചെയ്ത്. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അപ്പൊ ആദ്യം ഇപ്പൊ അവിടെ ആശുപത്രിയിൽ കൊടുക്കാനും ഇതിനൊക്കെ ഇപ്പോൾ പരീക്കുട്ടി കുറച്ച് പൈസ തന്നു. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടി ഇപ്പോൾ അവിടെ കെട്ടി വെക്കണം. ഇനിയിപ്പോൾ എങ്ങനെ പരീക്കുട്ടിയോട് പൈസ ചോദിക്കുക?
നമുക്ക് വേറെ ആരോടെങ്കിലും കുറച്ച് പൈസ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അല്ല എത്ര രൂപയാണ് ഇപ്പോൾ വേണ്ടത്? ഇപ്പൊ ഒരു 5 രൂപയിൽ ഇപ്പോൾ അവിടെ കെട്ടേണ്ടി വരും. ശരിയാ, അതാണ്. 5 രൂപ നമുക്ക് ഒപ്പിക്കും. ഇവിടെ ജെസ്സിയുടെ കടയുടെ വാടക കൊടുക്കാനുള്ള കുറച്ച് പൈസ ഇരിപ്പുണ്ട്, അത് ഞാൻ തരാം തൽക്കാലം. കുറവുണ്ട് ഇപ്പൊ എൻ്റെ പനി കുറവുണ്ട്. എന്താ ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ ഈ കഫക്കെട്ട് കൂടിയിട്ടുണ്ട്, പിന്നെ ന്യൂമോണിയയുടെ എന്തോ ഇതൊക്കെ തുടക്കമാണ്. അപ്പോൾ അതിന് എന്തോ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ഏകദേശം ഒരാഴ്ച ഉണ്ട് ഇത്ര ഇഞ്ചക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കണക്കാക്കിയിട്ടാണ് ഒരാഴ്ച അവിടെ കിടക്കണം എന്ന് പറഞ്ഞത്. ICU ചിലപ്പോൾ നാളെയോ മറ്റന്നൊക്കെ ആയിട്ട് മാറ്റാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയത് നന്നായി. ആ ജോസഫ് ഡോക്ടർ നല്ലതാണ് കുട്ടികളുടെ. പക്ഷെ എന്താ ഒരു പനിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അറക്കണെന്ന്. അത് പറഞ്ഞിട്ടല്ല, ഈ പിള്ളേരെ ശ്രദ്ധിക്കണം. ഈ കണ്ണി കണ്ടതൊക്കെ മേടിച്ച് തിന്ന് ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആരുടെങ്കിലും ഒക്കെ കിട്ടണതാണിതേ. എന്ത് ചെയ്യാ? നീ മറ്റേ മെഡിക്ലെയിം എടുത്തിട്ടുണ്ട? എന്ത് മെഡിക്ലെയിം? അതെടുക്കണം. കാരണം നമ്മളെപ്പോലെ ഈ സാധാരണ കൂലിപ്പണി എടുത്ത് ജീവിക്കണവരെ അന്നാന്ന് കിട്ടണോണ്ട് അന്നത്തെ കാര്യം നടക്കുകയുള്ളൂ. ഇതുപോലുള്ളൊരു ക്രൈസിസ് വന്നാലുണ്ടല്ലോ നമ്മുടെ കണ്ണ് പിഴിഞ്ഞു പോകും. അതുണ്ടെങ്കിൽ ഇപ്പോൾ ആരുടെയും തലമാന്തുണ്ടാക്കുക, ആരുടെ അങ്ങാട് കൊടുത്താൽ മുഴുവൻ ചിലവും കഴിഞ്ഞങ്ങാട് പോരാൻ പറ്റും. ഇത് കഴിഞ്ഞാലെങ്കിലും നീ അത് ചേരണോ? അത് ചേരണത്. ഈ പൈസ ഞാൻ എടുത്ത് തരാം. എന്നിട്ട് ഞാൻ ഉടനെ അങ്ങോട്ട് വരികയും ചെയ്യാം.